രാത്രിയായി. കുഞ്ഞുവിനെയും ലിയോയെയും ഒന്ന് ബെഡ്റൂമിൻ്റെ ബാൽക്കണിയിൽ പൂട്ടിയിട്ടതിന് ശേഷം നമ്മൾ ജിഞ്ചറിനെ ഒന്ന് വീടിനകത്ത് ഇറക്കി. അപ്പോൾ ജിഞ്ചർ കാണിക്കുന്ന കോപ്രായങ്ങൾ കണ്ട. എല്ലായിടമൊക്കെ കയറി ഇറങ്ങി ഇങ്ങനെ നടക്കുകയാണ്. ഞാൻ എങ്ങോട്ട് പോകും അങ്ങോട്ട് പോകും, അവൻ വരും. ഞാൻ ഇപ്പോൾ ഇവിടെ വന്ന് ചെയറിലിരിക്കാൻ തുടങ്ങിയതുകൊണ്ട് ആളാദ്യം എൻ്റെ കാലിൻ്റെ അടുത്ത് വന്ന് കിടന്നു. അതിനുശേഷം ടേബിളിൻ്റെ മേലെയും കട്ടിലിൻ്റെ മേലെയൊക്കെ കയറി ഇറങ്ങി അവസാനം ടേബിളിൽ കയറിയതായിരിക്കുകയാണ്. ഇപ്പം ലീഷൊക്കെ ഇട്ട് വെളിയിൽ കൊണ്ടുപോകലില്ല. അതുകൊണ്ട് ഞാൻ വീടിനകത്ത് അല്പം തുറന്ന് ഇങ്ങനെ വിട്ടു. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടട്ടെ എന്ന് വിചാരിച്ചു. സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾ കെട്ടി വലിക്കണേക്കാട്ടില്ലേ നടക്കില്ല. ഇപ്പം ലീഷിട്ട് വെളിയിൽ കൊണ്ടുപോയാലും നടക്കാൻ ഇഷ്ടമല്ല. അവിടെ കയറി കിടന്ന് നല്ല വെയിറ്റ് കൂടി. ഇപ്പം ഏകദേശം അവന് 6 കിലോ വെയിറ്റായി കാണും. അതൊന്ന് പെടലിയൊക്കെ ഒന്ന് മിനുക്കുകയാണ്. കൂട്ടിനകത്ത് കിടന്നാൽ ഇതൊന്നും ചെയ്യത്തില്ല കേട്ടോ. ചുമ്മാ ഇങ്ങനെ കിടന്ന് വിളിച്ചും കൊണ്ടിരിക്കും. അല്ലെങ്കിൽ തിന്നണം, ഒന്നുകിൽ തിന്നണം. ഇപ്പോൾ പുതിയ കണ്ടുപിടുത്തം അപ്പിയിടാൻ കൊണ്ടുവച്ച് കൊടുത്ത മണ്ണിനകത്ത് തന്നെ അതിനകത്ത് കയറി കിടപ്പ്. കുറച്ച് നേരത്തെ ഞാൻ അവനെ ഒന്ന് ചരിച്ച് കിടത്തിയിട്ട് ഒന്ന് തട്ടി സ്നേഹം കാണിക്കാൻ നോക്കി കേട്ടോ. അപ്പോൾ അവൻ്റെ അകത്തുള്ള ദേഷ്യം സടകുടഞ്ഞ് എഴുന്നേറ്റ് വരെയാണ്. കൈയെടുത്ത് തന്നെ അടിക്കാൻ നോക്കണം. കൂട്ടിയിടുന്നതും പിന്നെ അവൻ ഹീറ്റാണേ. അപ്പോഴത്തേക്ക് ഒന്നും പോകാനൊന്നും പറ്റാത്തുള്ള ഒരു ചിന്ത കൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യാൻ ഒരുങ്ങുന്നത്. നേരത്തെ ഇട്ട വീഡിയോയിൽ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, ഇവനെ വെളിയിൽ ലീഷിട്ട് കൊണ്ടുപോവാൻ, മാറ്റിങ് ചെയ്യിക്കാൻ. ഞാനെവിടെ കൊണ്ടുപോവാൻ അവനെ? ഞാനവനെയും കൊണ്ട് വെളിയിലിറങ്ങുമെങ്കിൽ അപ്പോഴേ തന്നെ ഒരു കൂട്ടം പട്ടികൾ വന്ന് അവൻ്റെ ചന്തി കടിച്ച് പറിക്കും. ഒന്നാമതേ അത് ലീഷ് തുറന്നു പോണയാണ്. അപ്പോൾ പട്ടി വരുന്ന കാണുമ്പോൾ അവനങ്ങോട്ടൊന്നോടും 4-5 പട്ടികളുണ്ടല്ലോ ഒരു സെറ്റായിട്ട്. ഇവിടം കിടന്ന് അങ്ങോട്ട് പോകുമ്പോൾ അവിടെയും കിടപ്പുണ്ട് ഒരു 3-4 എണ്ണം. എല്ലാവരും കൂടെ തീർക്കും. അപ്പം അതൊന്നും പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളല്ല. പ്രായോഗികമായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ഒരു 17-ാം തീയതിയൊക്കെയാണ് ചേട്ടൻ്റെയൊക്കെ പ്രോഗ്രാം തീരണേ. അപ്പോൾ പ്രോഗ്രാം തീരുന്നതിന് മുന്നേ വേണമെങ്കിൽ അവൻ മുന്നേ ജീവിച്ചിരുന്ന ആ സ്ഥലത്ത് കൊണ്ടങ്ങ് ആക്കി കൊടുക്കാം. അവന് ഇഷ്ടം പോലെ അവൻ്റെ പെണ്ണുങ്ങളെയൊക്കെ നോക്കി അവിടെയൊക്കെ നടക്കാം. അല്ലാതെ നമ്മളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. നമ്മളവിടെ പോകുമ്പോഴത്തേക്ക് ഒരു ദിവസം ഒരു പൂച്ച ഇരിക്കണുണ്ട്. അത് എവിടെയോ പ്രസവിച്ച് കിടന്നിട്ട് ഭക്ഷണം തേടി ഇറങ്ങിയ ഒരു പൂച്ച. അല്ലാതെ ഇവൻ്റെ കസർത്തിന് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള പൂച്ചകളെയൊന്നും ഞാനെങ്ങും കണ്ടിട്ടില്ല. അപ്പോൾ നോക്കുകയാണേ, കുഞ്ഞുവിനെയും ലിയോയെ അങ്ങ് ബാൽക്കണിയിൽ ഇട്ടൊക്കെയാണ്. കുഞ്ഞു അവിടെ കിടന്ന് വിളിക്കണം. അപ്പം പൂച്ചയുടെ ഒരു സൗണ്ട് കിട്ടിയപ്പോൾ അവൻ്റെ ഒരു ഒബ്സർവേഷൻ കണ്ടില്ലേ, തലയെല്ലാം പൊക്കി എഴുന്നേറ്റ് ഇന്ന് നോക്കുകയാണ്. കുഞ്ഞോ ലിയോയോ ആരെങ്കിലും വന്നാൽ അവൻ്റെ സൗണ്ട് പിന്നെ മാറും. വേറെ ഒരു സ്വഭാവ രീതിയിലോട്ടവൻ മാറും. കണ്ട, ഇവ ഒരു ചെറിയ സിംഹക്കുട്ടിയാണ് കേട്ടോ. നോക്കുന്നുണ്ടോ? ഡേയ് എന്താ ഞാൻ വിളിച്ചതും അവൻ എഴുന്നേറ്റതാ കുത്തിയിരുന്നു. അടുത്ത് മേലോട്ട് നോക്കാൻ തുടങ്ങി.
പിന്നെ അവൻ്റെ ക്ലീനിങ് സെക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ക്ലീനിങ് പ്രോസസ്സൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണേ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്ത് വെക്കണേ. ജിഞ്ചർ കുട്ട എന്നാലും കുറച്ച് ദിവസം കൂടെ കാണുള്ളൂ. ഒന്നേ ആരെങ്കിലും കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ അവൻ്റെ സ്ഥലത്ത് കൊണ്ട് ഞാൻ വിടുകയോ ചെയ്യും. ഇനിയും കിടന്ന് അടി ഉണ്ടാക്കാൻ വയ്യ. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണേ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്ത് വെക്കണേ. ജിഞ്ചർ കുട്ട എന്നാലും കുറച്ച് ദിവസം കൂടെ കാണുള്ളൂ. ഒന്നേ ആരെങ്കിലും കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ അവൻ്റെ സ്ഥലത്ത് കൊണ്ട് ഞാൻ വിടുകയോ ചെയ്യും. ഇനിയും കിടന്ന് അടി ഉണ്ടാക്കാൻ വയ്യ. കാര്യമെന്ന് പറഞ്ഞാൽ എന്നെ വിശ്വസിക്കത്തില്ല. ഇവനെ ഞാൻ കൊണ്ടാക്കുമെന്ന് പറഞ്ഞും കൊണ്ടാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നത്. എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ പറഞ്ഞാൽ കേൾക്കണില്ല, അനുസരണ ഇല്ലാത്തൊരു ജീവിയായി മാറുമ്പോഴേ പിന്നെ എന്നെ ഒരിക്കലും വിശ്വസിക്കത്തില്ല. ഞാൻ പറയുന്ന വാക്കിനൊരു വിലയും കാണത്തില്ല. കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഇവനെ സുഖപ്പെടുമ്പോഴത്തേക്ക് ഞാൻ വിട്ടയക്കുമെന്നല്ലേ പറഞ്ഞേ. അപ്പം ഞാനത് ചെയ്തില്ല എങ്കിൽ എനിക്ക് പിന്നെ എന്ത് വിലയുണ്ട്? അതുകൊണ്ട് മനസ്സോടെ ആണെങ്കിലും അവനെ കൊണ്ടാക്കിയേ പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇവൻ ഇവിടെ ഉണ്ടെങ്കിൽ മറ്റ് പൂച്ചകൾക്ക് ഒരു ഫ്രീഡവും കിട്ടത്തില്ല. യവനും കൂട്ടിക്കിടന്നിങ്ങനെ പൊണ്ണത്തടിയനായി അതാ വീഴുന്നു. അവൻ്റെ കസർത്തിൽ അവൻ വീണുപോയി. കുഞ്ഞും ഇതുപോലെ തന്നെയാണ്. വേലത്തരം കാണിച്ചിട്ട് കിട്ടിയ അവസരം പാഴാക്കാതെ എവിടെയൊക്കെ കിടന്നു വിട്ടണം നോക്ക്. പോടാന്നൊന്നും പറഞ്ഞൊന്നുമല്ല. സ്നേഹപ്രാന്തൻ. അവൻ ഉരുട്ടി അവൻ്റെ ദേഹത്തിരിക്കണ എല്ലാ അഴുക്കെല്ലാം അവിടെ ആക്കണം. പിന്നെ അവൻ്റെ സന്തോഷത്തിന് കുറവൊന്നും വരുത്തണ്ട. പോണതിന് മുന്നേ അവൻ കുറച്ച് ഉരുളക്കോട്ട് ഈ തുണിയെല്ലാം വാരിയിട്ട് പിന്നെ നാളെ കഴുകണം. ഇവൻ്റെ ദേഹത്ത് നല്ല അഴുക്കുണ്ടാവും. കാര്യമെന്ന് പറഞ്ഞാൽ അവൻ മുള്ളണ മണ്ണിൽ തന്നെ അവൻ കയറിയിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇത് കഴിവാതെ ഒരു രക്ഷയില്ല. അത് തന്നെ. 17-ാം തീയതി വരെ പോകേണ്ട ആവശ്യമില്ല. അതിന് മുന്നേ ഇടയ്ക്കിടയ്ക്ക് ഈ ശനിയാഴ്ചയും ഞായറാഴ്ചയും വരുന്ന സമയത്തൊക്കെ വരുന്നുണ്ട്. സ്റ്റേഷൻ ലീവെന്ന് പറഞ്ഞുകൊണ്ട് കിട്ടും. അപ്പം വരുന്നുണ്ട്. എന്നാലിപ്പോൾ ഒന്നും പറയില്ല. 1 മന്ത് ടൈമാണ് തന്നെ അവന് മരുന്ന് കൊടുക്കാൻ വേണ്ടിയത്. അവനെ ഒരു നുള്ളു മരുന്ന് കഴിപ്പിക്കാൻ പറ്റത്തില്ല. ഒരു തുള്ളി ഭക്ഷണത്തിലൊഴിച്ച് വയ്ക്കുമെങ്കിൽ അവൻ ഭക്ഷണം അവോയ്ഡ് ചെയ്യും. പിന്നെ അവനെ നമ്മൾ എങ്ങനെയെങ്കിലും ചരിച്ചിട്ടിട്ട് മറ്റേ കുഞ്ഞുവിനെയൊക്കെ കൊച്ചു കുട്ടികളെ എടുത്ത് നമ്മളിങ്ങനെ മലർത്തി കിടത്തിയിട്ട് മരുന്ന് കൊടുക്കണ ഒരു അങ്ങനെയൊന്നും ഇവൻ്റെ അടുത്ത് ചെയ്യാൻ പറ്റില്ല. ഇവൻ നഖം കുത്തിയിറക്കും. ഒന്ന് സൗണ്ട് പറയടാ. ഇവൻ കുഞ്ഞുവിൻ്റെ ലിയോൻ്റെ മണം കിട്ടി കേട്ടോ. അതാണ് ഇവൻ വേണ്ട പരിശോധനയ്ക്ക് ഇറങ്ങിയത്. എവിടെ നിന്ന് ഇറങ്ങി? കുഞ്ഞിന്റെ മൂഞ്ചിക്കിട്ട് മാന്തി കൊടുക്കുക. കൊണ്ടുപോവാ മാന്തി കൊടുക്ക.
രാവിലെ തന്നെ രണ്ടുപേരും വെളിയിൽ പോകാനുള്ള പുറപ്പാടാണ്. ലിയോ പോയാൽ പിന്നെ സമയത്തിന് കയറി വരത്തില്ല. കുഞ്ഞതായി മണം പിടിക്കുന്നേ ഉള്ളൂ.